കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ വിവാഹ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണവും 6000 രൂപയും മോഷണം പോയി. മുടവന്തേരി കീഴില്ലത്ത് TP അബൂബക്കറിന്റെ വീട്ടിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. ആഗസ്റ്റ് 16-ന് എൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ഇവിടെ രാത്രിയായിരുന്നു ഫംഗ്ഷനെല്ലാം. 17-ന് പകൽ 8 മണി 9 മണീൻ്റെ ഉള്ളിലുള്ള സമയത്ത് ഇത് അൽമാരയിൽ വെച്ചിട്ട് പൂട്ടിയ ഒരു 10 പവൻ്റെ ആഭരണമാണ്. ഒറ്റ മഹറുമാല, ഒറ്റ ഒന്ന് മാത്രമേ ഒരാഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മറ്റുള്ള എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെച്ചതായിരുന്നു. ഈ കള്ളിയിലുണ്ടായിരുന്ന തന്നെ 50,000 രൂപ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 6000 രൂപ കുറവ്. പിന്നെ അതിൻ്റെ മേലത്തെ ഒരു കള്ളിയിൽ വെച്ച ഒരു ബാഗിൻ്റെ അകത്തുനിന്ന് ഒരു 1000 രൂപ എടുത്തിട്ടുണ്ട്. ഈ അൽമാര ലോക്ക് ചെയ്ത് വെച്ച അൽമാര തുറന്നിട്ടാണ് എടുക്കുന്നത്. തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ അടിയിലായിട്ട് ചാവി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാവി എടുത്തിട്ട് തുറന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. ഗൂഗിൾ കെ വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, ഇതെന്താണ് സംഭവം? ഇത് എങ്ങനെ മോഷണം പോയി എന്നാണ് ഈ വീട്ടുടമ പറയുന്നത്? അവരാരെങ്കിലും സംശയിക്കുന്നുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങി. നാദാപുരം പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. ഞായറാഴ്ച ഈ മോഷണം പോയ വീട്ടുടമ അബൂബക്കറിന്റെ മകന്റെ വിവാഹമായിരുന്നു. വിവാഹശേഷം വൈകിട്ട് 5:30-ക്കും പിറ്റേ ദിവസം പുലർച്ചെ 1:30-ക്കും ഇടയിലുള്ള സമയത്താണ് ഈ 7 പവന്റെ സ്വർണവും 10,000 രൂപയും മോഷണം പോയത് എന്നാണ് ഇവർ സംശയിക്കുന്നത്. വീടുമായി ബന്ധമുള്ളവരായിരിക്കണം മോഷണം നടത്തിയത് എന്നും സംശയിക്കുന്നു. കാരണം വീടിന്റെ 2ാം നിലയിലായിരുന്നു ഈ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. അലമാരയുടെ അടുത്ത് തന്നെ അതിന്റെ താക്കോലും ഉണ്ടായിരുന്നു. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അലമാര തുറന്നതിന് ശേഷമായിരുന്നു മോഷണം നടത്തിയത്. ഒരു 7 പവന്റെ ഒരു മാലയും പിന്നീട് 50,000 രൂപയിൽ നിന്ന് ആ ബാക്കി 44,000 രൂപ എടുത്തിട്ട് 6,000 രൂപയുമായിരുന്നു മോഷ്ടാവ് എടുത്തത്. തൊട്ടടുത്ത കള്ളിയിൽ നിന്ന് 1000 രൂപയും എടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു. നാദാപുരം പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീടിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയുന്ന ആളായിരിക്കാം മോഷണം നടത്തിയതെന്നൊരു സംശയം ഇവർക്കുണ്ട്. അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. നാദാപുരം പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം തുടരുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവ എത്തിയിട്ട് അല്പസമയത്തിന് മുമ്പ് അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും 7 പവന്റെ സ്വർണവും 6,000 രൂപയുമാണ് മോഷണം പോയത്. ഒരു വിവാഹത്തിന്റെ അന്ന്, വിവാഹം നടന്നതിന് ശേഷം വൈകിട്ട് 5:30-ക്കും പിറ്റേ ദിവസം പുലർച്ചെ 1:30-ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണം പോയത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.